الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയും അല്ലാഹു തആല ഖൈറും ബറക്കത്തും എല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ഏതു സമയത്ത് എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മായ റബ്ബ് നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിലുള്ള പരസ്പര ബന്ധമാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചത്. മുഅ്മിനീങ്ങളെയെല്ലാം സഹോദരങ്ങളായി കാണുക എന്നും എല്ലാവർക്കും ഗുണം കാക്ഷിക്കുക എന്ന നല്ല മനസ്സ് ഉണ്ടാകണമെന്നും അതാണ് വിജയത്തിന്റെ മാർഗമെന്നും കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചു. ദീനിന്റെ പേരിൽ, ഈമാനിന്റെ പേരിൽ ഒരാളെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ സ്വാഭാവികമായി നമ്മിൽ ദീനുണ്ടാവണം, ഈമാൻ ഉണ്ടാകണം. ഈമാന്റെ മൂല്യം അറിയാത്ത ഒരാൾ പിന്നെ ഈമാന്റെ പേരിൽ മറ്റൊരാളെ സ്നേഹിക്കുക എന്നുള്ളത് സാധ്യമല്ല. നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം അത് കറകളഞ്ഞതാവുക, ശരിയായതാവുക എന്നതാണ് അതിപ്രധാനം. ഈമാൻ എന്നത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല, അല്ലെങ്കിൽ സങ്കല്പം മാത്രമല്ല. ലോകത്തിന് പടച്ചോനുണ്ടെന്ന് വിശ്വസിച്ചാൽ, അള്ളയുണ്ടെന്ന് വിശ്വസിച്ചാൽ അതോടുകൂടി ഒരാളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്നതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അത് ഈമാന്റെ ഒരു ഭാഗമാണ്, അത് മാത്രമല്ല ഈമാൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ എന്നാണ്. ഈമാൻ 70-ൽ പരം ശാഖകളാണ്. ബിദ്അ എന്ന് ഉപയോഗിക്കുക സാധാരണ 3 മുതൽ 9 വരെയുള്ള
എണ്ണങ്ങൾക്കാണ് അറബിയിൽ ബിദ്ഉ എന്ന് പറയുക. ബിദ്ഉം വസബഊന 70 ചില്ലാനം എന്ന് മലയാളത്തിൽ അർത്ഥം വെക്കാം. 73 മുതൽ 79 വരെ ആകാം ആ പ്രയോഗത്തിന്റെ ഉദ്ദേശം എന്നർത്ഥം. ലോകത്ത് അഹ്ലുസുന്നയുടെ ധാരാളം പണ്ഡിതന്മാർ ഈമാന്റെ ശാഖകളെ വിശദീകരിക്കാനായി പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചത് കാണാം. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാൻ ആ രംഗത്ത് അറിയപ്പെട്ട ഗ്രന്ഥമാണ്. ഇബ്നു ഹിബ്ബാൻ റഹിമഹുള്ള ഈ കിതാബ് അടിസ്ഥാനമാക്കി പറഞ്ഞു 79 ശാഖകളാണ് ഈമാൻ ഉള്ളത് എന്ന്. ബിദ്ഉം വസബഊൻ എന്നാൽ പരമാവധി 79 ആണ്. ആ 79 കാര്യങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് ഒരാൾക്ക് പരിപൂർണമായി ഈമാൻ ഉണ്ട് എന്ന് പറയാനാവുക. ഒരാൾക്ക് അല്ലാഹുവിനെ വിശ്വാസമുണ്ട്, പരലോക വിശ്വാസമുണ്ട്, മലക്കുകളെയും പ്രവാചകന്മാരെയും വിശ്വസിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ ഈമാൻ പൂർത്തിയാകുന്നില്ല എന്നർത്ഥം. 79 കാര്യങ്ങൾ അയാൾ വിശ്വസിക്കേണ്ടത്, പ്രാവർത്തികമാക്കേണ്ടത്, ഒഴിവാക്കേണ്ടത്, ഇതെല്ലാം പാലിച്ച് പൂർത്തീകരിക്കുമ്പോഴാണ് ഒരാൾ പരിപൂർണമായ മുഅ്മിനായി, കാമിലായ ഈമാനുള്ളവനായി അയാൾ ഗണിക്കപ്പെടുക. ആ വർധനമനുസരിച്ച് മറ്റുള്ള മുഅ്മിനുകളുടെ ബന്ധവും സ്വാഭാവികമായും വർദ്ധിക്കുകയും കുറയുകയും ഒക്കെ ചെയ്യും. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് പ്രയോഗിച്ച പ്രയോഗമാണ് സാലത്തുഹും ഈമാന എന്ന്. ഈമാൻ വർദ്ധിക്കുന്നുവെന്നാണ്. ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അല്ലാഹ് പറഞ്ഞു അത് ഈമാൻ വർദ്ധിക്കാനാണ്. അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെടുമ്പോൾ അല്ലാഹ് പറഞ്ഞു വിശ്വാസികൾക്കുടെ ഈമാൻ വർദ്ധിച്ചുവെന്ന്. മലക്കുകൾ, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളുടെ എണ്ണം പറയുമ്പോൾ പോലും അവിടെ പറഞ്ഞു ഈ എണ്ണം നിശ്ചയിച്ചതിന് പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട്, അതിൽ ഒന്ന് മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിക്കാനാണ് എന്ന്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നു, അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും എന്ന അധ്യായം. ഈമാൻ കൂടും, ഈമാൻ കുറയും. നന്മകൾ ചെയ്താൽ ഈമാൻ വർദ്ധിക്കും, തിന്മകൾ ചെയ്താൽ ഈമാൻ കുറയുകയും ചെയ്യും. അഹ്ലുസുന്നയെ പഴിച്ചുപോയ പല സംഘങ്ങളും ഈ വിഷയത്തിലാണ് അടിസ്ഥാനമായി തെറ്റിയത്. ഖവാരിജുകൾ, അതുപോലെ മുഅ്തസിലികൾ തുടങ്ങിയ ആദ്യകാല പിഴച്ച സംഘങ്ങളൊക്കെ തെറ്റിപ്പോയത് ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റിലായിരുന്നു. ഈമാൻ കൂടുകയില്ല, കുറയുകയില്ല എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളുകളുണ്ട്. എന്നാൽ അഹ്ലുസുന്നയുടെ നയം ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്നാണ്. വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങൾ നമ്മെ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ ഹദീസും പറഞ്ഞു ഈമാൻ 60 ചില്ലാനം അല്ലെങ്കിൽ 70 ചില്ലാനം ശാഖകളാണ് എന്ന് പറയുമ്പോൾ തന്നെ കൂടുകയും കുറയുകയും ചെയ്യും എന്നതിന്റെ സൂചനയാണല്ലോ അത്. ഈമാനു ബിദ്ഉം വസബഊന ശുഅബ. ആ ഹദീസിന്റെ പേര് തന്നെ ഹദീസ് ശുഅബ് എന്നാണ്. ഈമാന ശാഖകളെ പരാമർശിക്കുന്ന ഹദീസ് എന്ന അർത്ഥത്തിൽ ഹദീസ് ശുഅബ് എന്ന് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്ക് പ്രസിദ്ധി നേടിയ ഹദീസാണ് ഈ ഹദീസ്. അതിൽ നബിതങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് മുതൽ ലജ്ജ എന്ന ഒരു സ്വഭാവം മുതൽ വഴിയിൽ കാണുന്ന ബുദ്ധിമുട്ടുകളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക എന്ന കാര്യം വരെ ഈമാന്റെ ഭാഗമായാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞത്. ഈമാൻ 3 കാര്യത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന് കൽബ് കൊണ്ട് സത്യപ്പെടുത്തൽ, വിശ്വാസകാര്യങ്ങൾ. തസ്ദീഖും ബിൽ കൽബ്, കൽബ് കൊണ്ട് സത്യപ്പെടുത്തുക എന്നത് ഈമാന്റെ ഭാഗമാണ്. നാവ് കൊണ്ട് അംഗീകരിച്ച് പ്രഖ്യാപിക്കുക, അത് ഈമാന്റെ ഭാഗമാണ്. അമലും ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ട് പ്രാവർത്തികമാക്കുക ഈമാന്റെ ഭാഗമാണ്. ചില പഴയ സംഘങ്ങൾ പറഞ്ഞു കൽബിൽ വിശ്വസിച്ചാൽ മാത്രം ഈമാനായി, അമലുകൾ ഈമാന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് പിഴച്ചുപോയ സംഘങ്ങൾ ലോകത്തുണ്ട്. അത് ശരിയല്ല. 3 കൂടുമ്പോഴാണ് ഈമാൻ പൂർത്തിയാകുന്നത്. കൽബിന് അതിൽ റോളുണ്ട്, നാവിന് അതിൽ റോളുണ്ട്, മറ്റവയവങ്ങൾക്ക് അതിൽ റോളുണ്ട്. തസ്ദീഖും ബിൽ ഖൽബി വഇഖ്റാറും ബിൽ ലിസാനി വഅഅ്മാലും ബിൽ ജവാരിഹ് എന്നാണ് പൊതുവെ ഈമാനെ കുറിച്ച് പറയാറുള്ളത്. കൽബ് കൊണ്ട് സത്യപ്പെടുത്തുക, വിശ്വസിക്കുക, അംഗീകരിക്കുക. മനസ്സുകൊണ്ട് അംഗീകരിച്ചില്ല, നാവ് കൊണ്ട് പറഞ്ഞു, അയാളെ ഈമാൻ പരിപൂർണമാവുകയില്ല. കൽബിൽ വിശ്വാസമുണ്ട്, പക്ഷെ നാവ് കൊണ്ട് പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നില്ല, ഈമാൻ പൂർണ്ണമല്ല. കൽബിലുണ്ട്, പ്രഖ്യാപിക്കുന്നുമുണ്ട്, പ്രവൃത്തിപരത്തിലില്ല,
എങ്കിൽ അയാളെ ഈമാൻ പൂർത്തിയാകുന്നില്ല. ഇത് മൂന്നും സംഗമിക്കുമ്പോഴാണ് ഈമാൻ പരിപൂർണമാകുന്നത്. അതെല്ലാത്തിലേക്കും സൂചന നൽകുന്ന ഹദീസാണ് നേരത്തെ സൂചിപ്പിച്ച 70 ചില്ലാനം ശാഖകളാണ് എന്ന് പറഞ്ഞ ആ ഹദീസ്. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഈമാന്റെ ശാഖകൾ ഈ പറയപ്പെട്ട മൂന്നിനെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. തതഫറഉ ഇലാ അഅ്മാലിൽ ഖൽബ്, ഒന്ന് ഖൽബിന്റെ അമലുകൾ, വ അഅ്മാലിൽ ലിസാൻ, നാവിന്റെ കർമ്മങ്ങൾ, വ അഅ്മാലിൽ ബദൻ, ശരീരത്തിന്റെ കർമ്മങ്ങൾ. ഇത് മൂന്നും ചേരുമ്പോഴാണ് ഈമാൻ പരിപൂർണമായി മാറുക എന്നാണ്. അതിൽ ഖൽബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. 20 ചില്ലാനം ഭാഗങ്ങൾ, 24ഓളം ഭാഗങ്ങൾ ഖൽബുമായി ബന്ധപ്പെട്ടാണ്. വിശ്വാസകാര്യങ്ങൾ, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം മുതൽ മറ്റു വിശ്വസിക്കാൻ പറഞ്ഞ വിശദാംശങ്ങൾ മുതൽ ഓരോന്നും ആ ഈമാന്റെ ഭാഗമാണ്. പടച്ച റബ്ബിനെ കുറിച്ച് വിശ്വസിക്കുമ്പോൾ അല്ലാഹുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം ആ ഭാഗം പൂർത്തിയാകുന്നില്ല. നേരെ മറിച്ച് റബ്ബിന്റെ ദാത്ത്, സിഫാത്ത്, അഫ്ആലുകൾ തുടങ്ങി അല്ലാഹുവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിശ്വസിക്കാൻ അല്ലാഹും റസൂലും പഠിപ്പിച്ചുവോ അതെല്ലാം വിശ്വസിക്കുമ്പോഴാണ് അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വാസം എന്നത് ഒരാൾക്ക് പൂർത്തിയാകുന്നത്. അല്ലാഹുവിനെ വിശ്വസിച്ചു, അത് ഒരു ഭാഗം മാത്രമാണ്. അല്ലാഹു ഏകനായി വിശ്വസിച്ചു, അത് മറ്റൊരു ഭാഗം മാത്രമാണ്. അല്ലാഹുവിന്റെ നാമങ്ങൾ അംഗീകരിക്കൽ, വിശ്വസിക്കൽ ഈമാന്റെ ഭാഗമാണ്. ഖുർആനിൽ പറഞ്ഞ ഹദീസിൽ വന്ന റബ്ബിന്റെ ഒരു പേര്, ആ പേര് അയാൾ നിഷേധിക്കുന്നുവെങ്കിൽ അയാളെ ഈമാനെ ബാധിക്കുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ പ്രവൃത്തിയെ, റബ്ബിന്റെ വിശേഷത്തെ ഒരാൾ നിഷേധിക്കുന്നുവെങ്കിൽ അവരെ ഈമാനെ ബാധിക്കുന്ന കാര്യമാണ്. അതേപോലെ റബ്ബുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ വിശദാംശങ്ങളെല്ലാം ഈ ഈമാന്റെ വിശദാംശങ്ങൾ വരുന്ന കാര്യമാണ്. അതേപോലെ നാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതും ഈമാന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 7 കാര്യങ്ങൾ ഖുർആനും ഹദീസിലും നാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. 24 കാര്യങ്ങൾ ഖൽബുമായി ബന്ധപ്പെട്ട്, 7 കാര്യങ്ങൾ നാവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ 31ആയി. ബാക്കിയുള്ള 48 കാര്യം മറ്റവയവങ്ങളുമായി ബന്ധപ്പെട്ട്, കൈ കൊണ്ട് ചെയ്യേണ്ടത്, കാലുകൊണ്ട് ചെയ്യേണ്ടത്, അങ്ങനെ തുടങ്ങി ശരീരത്തിന്റെ വ്യത്യസ്തമായ അവയവങ്ങൾ കൊണ്ട് പ്രാവർത്തികമാക്കേണ്ടത്, അല്ലെങ്കിൽ ചിലത് മാറ്റിവെക്കേണ്ടത്, ഇതെല്ലാം പൂർത്തിയാകുമ്പോഴാണ് ഒരാളുടെ ഈമാൻ പരിപൂർണമാണ് എന്ന് പറയും. കാമിലായ ഈമാൻ, പരിപൂർണമായ ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരാൾ ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ്. ആ ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ്, വഴിയിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾ, മാലിന്യങ്ങളൊക്കെ എടുത്തൊഴിവാക്കുക എന്നത് ഈമാന്റെ ചെറിയ ശാഖയാകുന്നുവെന്നാണ്. നടന്നു പോകുന്ന വഴിയിൽ വല്ല മുള്ളോ മറ്റു മാലിന്യങ്ങളോ അഴുക്കുകളോ പ്രയാസങ്ങളോ തന്റെ പിറകിൽ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന വല്ലതും കണ്ടാൽ അതങ്ങ് എടുത്തൊഴിവാക്കുക എന്നത് പോലും ഈമാന്റെ ഭാഗമാണ്. അത് പ്രവൃത്തിയാണല്ലോ, ഒരു അമലാണല്ലോ. പക്ഷെ ആ അമലും ഈമാന്റെ ഭാഗമായാണ് നിബിധങ്ങൾ എണ്ണിയത്. ഈമാൻ, ലജ്ജ ഈമാന്റെ ഭാഗമാണ് എന്ന് ആ ഹദീസിൽ പഠിപ്പിക്കുന്നു. ഹറാമ് ചെയ്യാനുള്ള ലജ്ജ, അല്ലാഹു വിലക്കിയ കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ വല്ലാത്തൊരു ലജ്ജ, നന്മകൾ ഒഴിവാക്കുമ്പോൾ വല്ലാത്തൊരു ലജ്ജ, ആ ഹയാ ആണ് ഉദ്ദേശിച്ചത്. അത് ഈമാന്റെ ഭാഗമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിലൂടെ പഠിപ്പിക്കുക. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മുഅ്മിനാകുമ്പോഴാണ് പരിപൂർണമായ മുഅ്മിൻ. ഈമാനുൻ കാമിൽ, കാമിലായ പരിപൂർണമായ വിശ്വാസം എന്നൊരവസ്ഥയ്ക്ക് എത്തുക. ഇത് മുഴുവൻ പൂർത്തീകരിക്കാൻ ശ്രമിക്കണം. ഏറ്റവും മികച്ചത് അവന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, ഇലാഹ, അതിന് ഏറ്റവും മുതലുള്ളത്, അല്ലെങ്കിൽ അഫ്വലുഹ, ഏറ്റവും ശ്രേഷ്ഠമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനമാണ് എന്നാണ് ആ ഹദീസിൽ പഠിപ്പിച്ചത്. ഈമാനിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാമത്തെ കാര്യം, ഏറ്റവും മുഖ്യമായ കാര്യം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനമാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് അറിഞ്ഞംഗീകരിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കാം. പടച്ച റബ്ബിനെ മാത്രം ആരാധ്യനായി സ്വീകരിക്കുക, റബ്ബിനെ മാത്രം ഇലാഹായി സ്വീകരിക്കുക. ഇലാഹിന് നൽകേണ്ട എന്തെല്ലാം ഉണ്ടോ അത് റബ്ബിന് മാത്രം നൽകുക. ഇലാഹിന് മാത്രം അവകാശപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ഇലാഹിന് മാത്രം വകവെച്ചു കൊടുക്കുക. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറയൽ മാത്രമല്ല, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതോടൊപ്പം അത് ഖൽബിൽ ബോധ്യമായി വരണം. നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം, അതിനനുസൃതമായ അമലുകൾ ശരീരം കൊണ്ട്, അവയവങ്ങൾ കൊണ്ട് പ്രാവർത്തികമാക്കണം. അപ്പോഴാണ് അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിപൂർണമായി മാറുന്നത്. ഇല്ലെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹിലും ഒരുപാട് പോരായ്മ ഉണ്ട് എന്നർത്ഥം. റബ്ബിന്റെ സത്ത, ദാത്ത്,
അത് വിശ്വസിക്കേണ്ടതെല്ലാം വിശ്വസിക്കണം. അവന്റെ സിഫാത്ത്, ഖുർആനിൽ വന്ന ഹദീസിൽ വന്ന റബ്ബിന്റെ വിശേഷണങ്ങൾ അത് മുഴുവൻ അംഗീകരിക്കണം. അതേപോലെ റബ്ബിന്റെ നാമങ്ങൾ, അള്ളാഹ് കണക്കില്ലാത്ത നാമങ്ങളുണ്ട്, എല്ലാം നമുക്കറിയില്ല. ചില നാമങ്ങൾ ചില അമ്പിയാക്കന്മാർക്ക് മാത്രം പറഞ്ഞു കൊടുത്തു, ചില നാമങ്ങൾ ചില വേദഗ്രന്ഥങ്ങളിൽ മാത്രം അവതരിപ്പിച്ചു. ഖുർആനിൽ പറഞ്ഞ നാമങ്ങൾ ഒരുപക്ഷെ തൗറാത്തിൽ ഉണ്ടാകണമെന്നില്ല, തൗറാത്തിൽ പറഞ്ഞ നാമങ്ങൾ ഖുർആനിൽ ഉണ്ടാകണമെന്നില്ല. ഖുർആനിലും തൗറാത്തിലും ഇല്ലാത്ത നാമങ്ങൾ ഹദീസിൽ വരാം. അതിലൊന്നും വരാത്ത നാമങ്ങൾ അള്ളാഹു ചില അമ്പിയാക്കന്മാർക്ക് മാത്രം വഹിയായി നൽകിയതുണ്ടാകാം. നബി തങ്ങൾ രാത്രി നിസ്കാരത്തിലെ പ്രാർത്ഥനയിൽ നബി തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, അള്ളാഹു നിനക്കുള്ള എല്ലാ പേരുകളും മുൻനിർത്തിക്കൊണ്ടിരാ ഞാൻ നിന്നോട് ചോദിക്കുന്ന റബ്ബേ, നിന്റെ കിതാബിൽ നീ ഇറക്കിയ നാമങ്ങൾ, നിന്റെ ഏതെങ്കിലും ഒരു അടിമക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങൾ, അല്ലെങ്കിൽ ഒരാൾക്കും അറിയിച്ചു കൊടുക്കാതെ നിനക്ക് മാത്രം അറിയാവുന്ന നിന്റെ നാമങ്ങൾ, അതെല്ലാം വെച്ച് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നുവെന്നാണ്. 99 പേരുകൾ അല്ലാഹു നമുക്ക് അറിയിച്ചു തന്നു. അതിന്റെ പ്രത്യേകത ആ 99 ഒരാള് ചെയ്താൽ, തൃപ്തപ്പെടുത്തിയാൽ സ്വർഗത്ത് കടക്കാൻ അത് മതി എന്ന അതിന്റെ പ്രത്യേകത. അല്ല 99 പേരെ അള്ളാഹ്ക്കുള്ളൂ എന്നല്ല, റബ്ബിന് കണക്കില്ലാത്ത പേരുകളുണ്ട്. എത്ര പേരുണ്ട് റബ്ബിനെ അറിയൂ, നമുക്കറിയില്ല. ചിലതൊക്കെ പഠിപ്പിച്ചു തന്നു, ചിലത് പഠിപ്പിച്ചു തന്നില്ല. 99 പേരുകളെ പ്രത്യേകത അവ ഒരാൾ തൃപ്തപ്പെടുത്തുന്നുവെങ്കിൽ അത് ഹിഫ്സാക്കുന്നു, അത് ഹൃദിസ്ഥമാക്കുന്നു, അതിന്റെ ആശയം ഉൾക്കൊള്ളുന്നു, അത് പ്രകാരം അമൽ ചെയ്യുന്നു എങ്കിൽ ദഖലൽ ജന്ന, ഇവിടെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് പഠിപ്പിക്കപ്പെട്ട നാമങ്ങൾ 99 അതല്ലാത്ത പേരുകളും എമ്പാടുമുണ്ട്. അതാ നബി തങ്ങളുടെ ഈ പ്രാർത്ഥന, റബ്ബേ നിന്റെ കിതാബിൽ നീ ഇറക്കിയ ഏതെല്ലാം പേരുണ്ടോ അത് വെച്ച് ഞാൻ ചോദിക്കുന്നു. നിന്റെ അടിമകളിൽ ഏതെങ്കിലും അടിമക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത നിന്റെ പേരുകൾ ഏതെല്ലാം ഉണ്ടോ അത് വെച്ച് ഞാൻ ചോദിക്കുന്നു. ഒരാൾക്കും അറിയിച്ചു കൊടുക്കാതെ നിനക്ക് മാത്രം അറിയുന്ന നിന്റെ ഇൽമുൽ ഗൈബിൽ അദൃശ്യജ്ഞാനത്തിൽ നീ മാറ്റിവെച്ച നിന്റെ നാമങ്ങൾ ഒരടിമക്കും അറിയാത്ത, ഒരു നബിയെയും അറിയിച്ചിട്ടില്ലാത്ത, മലക്കുകൾക്ക് പോലും അറിയാത്ത, പടച്ച റബ്ബിന് മാത്രം അറിയാവുന്ന അള്ളാഹുവിന്റെ പേരുകൾ, ആ പേരുകളും വെച്ച് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ നടത്തിയ പ്രാർത്ഥന ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ ഈ നാമങ്ങളൊക്കെ ഏതെല്ലാം അല്ല പഠിപ്പിച്ചുവോ, ഏതെല്ലാം അവന്റെ റസൂല് പഠിപ്പിച്ചുവോ അതെല്ലാം അംഗീകരിക്കുക എന്നത് ഈ ഈമാന്റെ ഭാഗമാണ്. അല്ലാതെ അള്ളാഹുവിന്റെ നാമം നിഷേധിക്കുന്നുവെങ്കിൽ അത് ഈമാനെ ബാധിക്കും. അള്ളാഹുവിന് അള്ളാഹു മുസ്ലിം പഠിപ്പിക്കാത്തൊരു പേര് നമ്മുടെ വക ചാർത്തിക്കൊടുക്കുന്നുവെങ്കിൽ അത് ഈമാനെ ബാധിക്കും. പടച്ച റബ്ബിനെ പറ്റി നമ്മുടെ വക ഒരു വിശേഷണം പറയുന്നുവെങ്കിൽ അത് ഈമാനെ ബാധിക്കും. അള്ളാഹു മുസ്ലിം പഠിപ്പിച്ച വിശേഷത്തെ ഒരാൾ നിഷേധിക്കുന്നുവെങ്കിൽ അത് ഈമാനെ ബാധിക്കും. അതൊന്നും അല്ലാതെ പരിപൂർണമായി അള്ളാഹും റസൂലും എന്ത് പഠിപ്പിച്ചുവോ അതേപടി അംഗീകരിക്കുക. അതാണ് 24 കാര്യങ്ങൾ കൽബുമായി ബന്ധപ്പെട്ട അമലായി, നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട അമലായി പഠിപ്പിക്കപ്പെട്ടത്. അതെല്ലാം പൂർത്തിയാകുമ്പോഴാണ് ആ ഭാഗം പൂർത്തിയാവുക. 7 കാര്യം നാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അവന്റെ ശരീരവുമായി ബന്ധപ്പെട്ട് അവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം പരിപൂർണമായി ഒരാൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ അവനാണ് ശരിയായ മുഅ്മിൻ. അതുകൊണ്ട് ഖുർആന്റെ ആയത്ത് ഓതിക്കൊടുക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. ഓതി വെച്ച സൂറത്ത് അൻഫാലിലെ 2ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ താഴെ പറയുന്ന ലക്ഷണമൊത്തവർ മാത്രമാണ് എന്നാണ്. ഇന്നമ എന്ന് പറഞ്ഞാൽ തീർച്ചയായും മാത്രമാണ് എന്നർത്ഥം. താഴെ പറയാൻ പോകുന്ന ഗുണങ്ങൾ ഒത്തവരാരോ അവര് മാത്രമാണ് മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവർ. അവരെ കുറിച്ച് പറഞ്ഞ ഒന്ന് അല്ലാഹു വജിലത് ഖുലൂബുഹും, റബ്ബിനെ കുറിച്ച് പറയപ്പെട്ടാൽ മനസ്സിന് ഭയപ്പാടുണ്ടാകും. അല്ലാഹുവിനെ പറ്റി പറഞ്ഞാൽ ഒരു പേടി, പടച്ച റബ്ബിന് ഒരു ഗൗരവം, ഒരു ഗാംഭീര്യം കണക്കാക്കുന്ന റബ്ബിനെ പേടിക്കുക എന്നത് ഈമാന്റെ ഭാഗമാണ്. അതേപോലെ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നു. അള്ളാന്റെ ആയത്ത് ഓതിക്കൊടുത്താൽ, അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ ഒരു ആയത്ത് ഓതിക്കൊടുത്താൽ ഈമാൻ വർദ്ധിക്കുന്നു. സാദത്തുഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കുന്നു. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, റബ്ബിൽ തവക്കുലാക്കുകയും ചെയ്യുന്നവരാണ് അവർ. വീണ്ടും അല്ലാഹു പറഞ്ഞു അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരാണ് അവർ, അല്ലാഹ് കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് അവർ. ശേഷം അടുത്തായിട്ടുള്ള പറഞ്ഞ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, ഉലൈക ഈ പറഞ്ഞ ആളുകൾ ഹും അവർ തന്നെയാണ് അൽ മുഅ്മിനൂന ഹഖ്ഖാ, ഹഖ്ഖായ മുഅ്മിനീങ്ങൾ, ശരിയായ മുഅ്മിനീങ്ങൾ. ഈ ലക്ഷണങ്ങൾ
ഒത്തവര് മാത്രമാകുന്നുവെന്നാണ് 4-ാമത്തെ ആയത്ത് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. അപ്പൊ സഹോദരങ്ങളെ, ഇതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ആദർശത്തെ, ഈമാനിനെ ശരിയാവണ്ണം ഉൾക്കൊണ്ടവരായി മാറാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അവർക്കാണ് ശരിയായ മുഅ്മിൻ എന്ന് പറയുക. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈമാനുള്ളവരായി മാറാൻ നാം പരിശ്രമിക്കുക. വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിൽ നമുക്ക് മനസ്സിലാക്കാം. പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാർ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും പലപ്പോഴും അവര് മുഅ്മിനാവുകയില്ല, അവര് മുഅ്മിനല്ല എന്ന പ്രയോഗങ്ങൾ കാണാൻ കഴിയും. ഉദാഹരണമായി അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നതിന് മുഅ്മിനല്ല എന്ന ഹദീസിലുണ്ട്. അങ്ങനെ തുടങ്ങി പല വിഷയത്തിലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കാണാം ലാ യുഅ്മിൻ, അവർ മുഅ്മിനാവുകയില്ല. അതൊക്കെ അവർ കാഫിറാണ് എന്ന അർത്ഥത്തിലല്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി രണ്ടാമത് ഷഹാദത്ത് ചൊല്ലി വീണ്ടും മുസ്ലിമായി വരണം എന്ന അർത്ഥത്തിലല്ല. നേരെ മറിച്ച് ഈ പറയപ്പെട്ട ലക്ഷണമൊത്ത പരിപൂർണമായ മുഅ്മിനല്ല എന്ന അർത്ഥമാണ് അവിടെയുള്ളത്. ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. 3 പ്രാവശ്യം ആവർത്തിച്ച് സത്യം ചെയ്തുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു അല്ലാഹുവാണ് സത്യം, മുഅ്മിനാവുകയില്ല, മുഅ്മിനാവുകയില്ല, മുഅ്മിനാവുകയില്ല. സ്വഹാബിമാരെ പോലും ബേജാറായി പോയി ഇവിടെ പറച്ചിൽ കേട്ടപ്പോ. സ്വഹാബത്ത് ചോദിച്ചു, നബി ആരാണവർ? ഖാബു വഖസിറു മൻഹും യാ റസൂലുള്ളാഹ്, നബിയെ വല്ലാത്ത നട്ടക്കാരാണല്ലോ, ആരെപ്പറ്റി നബി നിങ്ങൾ പറയുന്നത്? നബി ഞങ്ങൾ പറഞ്ഞു അയൽവാസി നിർഭയത്വം ഇല്ലെങ്കിൽ ഇവൻ മുഅ്മിനല്ല. തന്നെക്കുറിച്ച് അയൽവാസിക്ക് നിർഭയത്വമില്ല എങ്കിൽ ഇവൻ മുഅ്മിനല്ല എന്ന് പറഞ്ഞു. അവിടെ അർത്ഥം അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതാണോ? അല്ല. പക്ഷെ അവന്റെ ഈമാൻ പരിപൂർണമല്ല. അപ്പൊ അയൽവാസിയോട് മാന്യമായി പെരുമാറുക എന്നത് ഈമാന്റെ ഭാഗമാണ്. നബിതങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറാത്തോളം നിങ്ങൾ മുഅ്മിനാവുകയില്ല ഹദീസിലെ പ്രയോഗമാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മറ്റെല്ലാവരേക്കാൾ ഏറെ എന്നെ സ്നേഹിച്ചെങ്കിലേ നിങ്ങൾ മുഅ്മിനാവുകയുള്ളൂ, അല്ലെങ്കിൽ മുഅ്മിനാവുകയില്ല. ഒരാൾക്ക് നബിയോട് സ്നേഹമൽപ്പം കുറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണോ? അല്ല. ഇസ്ലാം എന്ന വിശാല വൃത്തത്തിൽ അയാൾ ഉണ്ട്. പക്ഷെ ഈമാൻ അയാളിൽ കുറവ് വന്നു അർത്ഥം. ആ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള പണിയാണ് അയാൾ ചെയ്യേണ്ടത്. അങ്ങനെ പല വിഷയത്തിലും ഇത്തരം പ്രയോഗങ്ങൾ കാണാം. അത്തരം പ്രയോഗങ്ങളെ തെറ്റായി മനസ്സിലാക്കി അസ്ഥാനത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട പല ആളുകളും ഇത്തരം തിന്മകൾ ചെയ്താൽ പോലും ഇസ്ലാം എന്ന് പുറത്തുപോയി ഇനി അയാൾ മുഅ്മിനല്ല, അയാൾ കാഫിറാണെന്ന് പറഞ്ഞ് പല ആളുകളെയും കുഫ്റും ശിർക്കുമൊക്കെ ആരോപിക്കാൻ പലരും മുന്നോട്ട് വരുന്നത് ഇത്തരം പ്രയോഗങ്ങളുടെ ശരിയായ അർത്ഥം ഗ്രഹിക്കാതെ പോകുമ്പോഴാണ്. ഇങ്ങനെ പ്രയോഗിച്ച പ്രയോഗങ്ങൾ എല്ലാം ഒരേ അർത്ഥത്തിലല്ല. ചിലത് ഈമാൻ കുറക്കുമെന്ന അർത്ഥത്തിലാണ്, ചിലത് ഈമാൻ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന അർത്ഥത്തിലാണ്, ചിലത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുമെന്ന അർത്ഥത്തിലാണ്. നബി തങ്ങൾ പറഞ്ഞ നിസ്കാരം ഒരു അടിമയും കുഫറും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. ഫമൻ തറക്കഹ ഫഖദ് കഫർ, ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ കാഫിറായി എന്ന പ്രയോഗം. എന്നാൽ പോലും ഒരാൾ ഒരു നിസ്കാരം ഒഴിവാക്കിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ? രണ്ടാമത്തെ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് വരണമോ? വേണ്ടതില്ല. ആത്മാർത്ഥമായി തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അല്ലാഹു സ്വീകരിച്ചാൽ അയാൾക്ക് രക്ഷപ്പെടാം. അപ്പൊ പിന്നെ ഫഖദ് കഫറ എന്ന് പറഞ്ഞത് അതിന് ഗൗരവം കാണിക്കാനാണ്. അതിന്റെ ഗൗരവം നിസ്കാരത്തിന്റെ പ്രാധാന്യവും ബോധ്യപ്പെടുത്താനാണ് അത് പറഞ്ഞത്. നബി തങ്ങൾ മറ്റു ഹദീസിൽ പറഞ്ഞു ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, വ്യഭിചരിക്കുന്ന മനുഷ്യൻ മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കുകയില്ല. മോഷ്ടിക്കുന്ന മനുഷ്യൻ മുഅ്മിനായിക്കൊണ്ട് മോഷ്ടിക്കുകയില്ല. അതിനർത്ഥം വ്യഭിചരിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നല്ല, മോഷ്ടിച്ചാൽ മുസ്ലിം അല്ലാതായി മാറുമെന്നല്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഖവാരിജുകളെ പോലെയുള്ള തീവ്രവാദ സംഘങ്ങൾ അവരൊക്കെ പലപ്പോഴും ഈ വിഷയത്തെ അങ്ങനെയാണ് നോക്കിക്കണ്ടത്. അങ്ങനെ വ്യഭിചരിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, മോഷ്ടിച്ചാൽ പുറത്തുപോയി, പലിശ വാങ്ങിയാൽ പുറത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ട്
വൻപാപം ചെയ്തവരെല്ലാം ഇസ്ലാം നിന്ന് പുറത്തു പോകും എന്ന് വാദിച്ചു വന്ന സംഘങ്ങൾ ലോകത്തുണ്ട്. അതൊന്നും ശരിയല്ല. അഹ്ലുസുന്ന വൽ ജമാഅ ആ വിശുദ്ധ നിലപാട് സ്വീകരിച്ചത് ഈമാൻ വർദ്ധിക്കും, ഈമാൻ കുറയുകയും ചെയ്യും. നന്മകൾ ചെയ്താൽ ഈമാൻ കൂടും, തിന്മകൾ ചെയ്താൽ ഈമാൻ കുറയും. അതാണ് അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും. അഥവാ യസീദു ബിത്വാഅതി വയൻഖുസ് ബിൽ മആസി എന്നാണ്. നന്മകൾ ചെയ്താൽ ഈമാൻ വർദ്ധിക്കും, തിന്മകൾ ചെയ്താൽ ഈമാൻ കുറയും. അപ്പൊ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള പണിയാണ് എപ്പോഴും ചെയ്യേണ്ടത്. സ്വഹാബിമാർക്ക് പരസ്പരം കാണുമ്പോൾ പോലും അവർ പറയുന്ന വാക്കുകളായിരുന്നു തആൽ നുഅ്മിൻ സഅ. നടന്നു പോകുമ്പോൾ സ്വഹാബി മറ്റു സ്വഹാബിയെ കാണുമ്പോൾ പറയുന്ന വാക്ക്, വാ കുറച്ചു സമയം നമുക്ക് ഇരിക്കാം, ഒന്ന് ഈമാൻ ഉണ്ടാക്കാം. നുഅ്മിൻ സഅ, അല്പസമയം നമുക്ക് ഈമാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒന്ന് ഒഴിഞ്ഞ് വല്ല മരത്തിനെ ചോട്ടെവിടെ മാറിയിരുന്ന് അവിടെ അള്ളാഹിനെ കുറിച്ച് പറയുന്നു, നരകത്തെക്കുറിച്ച് പറയുന്നു, സ്വർഗത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം ഒന്നുകൂടെ ഊട്ടിയുറപ്പിച്ച് ഈമാൻ വർദ്ധിപ്പിച്ച് അവർ പിരിഞ്ഞു പോകുന്നു. അതാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത്. ഈമാൻ വർദ്ധിപ്പിക്കുക, ഉപദേശങ്ങൾ ഈമാനെ വർദ്ധിപ്പിക്കും, നല്ല സഹവാസങ്ങൾ ഈമാനെ വർദ്ധിപ്പിക്കും, പള്ളികളുമായുള്ള ബന്ധങ്ങൾ ഈമാനെ വർദ്ധിപ്പിക്കും, നന്മകൾ ചെയ്തുകൊണ്ടിരിക്കൽ ഈമാനെ വർദ്ധിപ്പിക്കും, തിന്മകൾ പ്രാവർത്തികമാക്കൽ ഈമാനെ ചുരുക്കും. എപ്പോഴും ഈമാൻ വർദ്ധിപ്പിക്കാതെ പണിയെടുക്കുക. അതാണ് ജദ്ദിദു ഈമാൻ, ഈമാൻ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാണ്. ഹദീസിൽ കാണാം, വസ്ത്രം നുരുമ്പുന്നത് പോലെ ഈമാൻ നുരുമ്പിപ്പോകുന്ന. എത്ര പുതിയ വസ്ത്രമാണെങ്കിലും അത് ഒരു സമയം കഴിഞ്ഞാൽ അത് നുരുമ്പും, അത് അഴുക്കാകും, അത് വൃത്തികേടാകും. അത് എപ്പോഴും ഇങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കാം, തിരുമ്പി വൃത്തിയാക്കി അത് നല്ല മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ അതിന്റെ ആ ഒരു വൃത്തി നിലനിർത്തി പോകാൻ പറ്റും. ഒരു വസ്ത്രം നുരുമ്പുന്ന പോലെ ഈമാൻ നുരുമ്പും, ഈമാൻ പിറകോട്ട് പോകും. അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള വഴികളാണ് നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നല്ല സ്നേഹബന്ധങ്ങൾ, നല്ല മനുഷ്യന്മാരുമായുള്ള സഹവാസങ്ങൾ, നന്മയുടെ പരിസരങ്ങളിൽ ഭാഗവാക്കാവൽ, പള്ളികളുമായി ബന്ധപ്പെടൽ, നന്മകൾ കേൾക്കൽ, നല്ല ഉപദേശങ്ങൾ കേൾക്കൽ. ഇതൊക്കെ ഈമാൻ വർദ്ധിക്കാനുള്ള വഴികളാണ്. ആ നമ്മുടെ ഈമാനെ നാം എപ്പോഴും പരിശോധിക്കുകയും ഈമാൻ കൂട്ടാനുള്ള പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. തിന്മകൾ മുഴുകുമ്പോൾ ഈമാൻ കുറയും, പള്ളികളുമായി ബന്ധം മുറിയുമ്പോൾ ഈമാന് കുറയും, തോന്നിവാസങ്ങൾ, തിന്മകൾ, ഹറാമുകൾ അതിന് പിന്നാലെ പോകുമ്പോൾ ഈമാന് കുറയും, അനാവശ്യമായ തെറ്റായ കൂട്ടുകെട്ടുകളിൽ കൂടുമ്പോൾ ഈമാൻ കുറയും. ഈമാൻ കുറഞ്ഞ് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവാം. അതില്ലാതിരിക്കാൻ ഈമാൻ എപ്പോഴും വർദ്ധിപ്പിക്കുക. ഏറ്റവും നല്ല വഴി ഈ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ അള്ളാന്റെ ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കും. അപ്പൊ ഖുർആൻ കേൾക്കുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആനുമായി ബന്ധമുണ്ടാക്കുക. അതാണ് ഈമാൻ വർദ്ധിക്കാൻ ഏറ്റവും നല്ല മാർഗം. അള്ളാഹിനെ കുറിച്ച് പറയുക, അള്ളാഹിനെ കുറിച്ച് കേൾക്കുക, നരകത്തെക്കുറിച്ച് പറയുക, സ്വർഗത്തെക്കുറിച്ച് പറയുക, മരണം ആലോചിക്കുക, പരലോകത്തെപ്പറ്റി ചിന്തിക്കുക. അതൊക്കെ ഈമാൻ വർദ്ധിക്കാനുള്ള പരിഹാര മാർഗങ്ങളാണ്. അതൊക്കെ നമ്മുടെ ഈമാനെ എപ്പോഴും പരിശോധനാ വിധേയമാക്കുകയും കുറയാൻ സമ്മതിക്കാതെ ഈമാൻ വർദ്ധിക്കാനുള്ള വഴികളെ നാം ഉണ്ടാക്കുകയും പരിപൂർണമായി ഈമാനോടെ ജീവിക്കാനും മരിക്കാനും നാം പരിശ്രമിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين.